നമസ്കാരം, ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ ചാനലിലൂടെ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. മൂലം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടക മാസം 30 വരെ, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2026 ജൂലൈ 16 വരെ ഇവരുടെ ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കേതുവിന്റെ 3 നക്ഷത്രത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. ജനനം കേതു ദശയിലാണ്. ദശാനാഥൻ കേതുവും രാശ്യാധിപൻ ഗുരുവുമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നാള് പൊതുവെ മോശം നാളാണ് എന്ന് ഇവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്. ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതവുമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായവും ഇവർക്കുണ്ട്. പക്ഷെ അങ്ങനെ വിലയിരുത്താൻ വരട്ടെ. കാരണം എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ചില കോട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ കോട്ടങ്ങൾ. അതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ കുറെ കൂടെ സന്തോഷമായി ജീവിതം നയിക്കാൻ കഴിയും. ഇവർ പൊതുവെ ശാന്തശീലരും സൗമ്യമായി പെരുമാറുന്നവരുമാണ്. ക്ഷോഭിക്കേണ്ട സാഹചര്യം വന്നാൽ വളരെ തീവ്രമായി പ്രതികരിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. സാധാരണ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ ഈ തിളങ്ങുന്നത്. കൂർമ്മബുദ്ധി, നേതൃത്വ ഗുണം, സുഖജീവിതം ഇഷ്ടപ്പെടുന്നവർ, പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് മധ്യസ്ഥത വഹിക്കാനുള്ള കഴിവ്, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഉയർന്ന ആദർശം, ആത്മീയത, കഠിനമായി പ്രവർത്തിക്കുക, ധീരമായി പ്രവർത്തിക്കാനുള്ളൊരു കഴിവ്, അസാധാരണമായ വേഷം, സഞ്ചാര തൽപരത, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയൊക്കെ പരിഹസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ പരിഹസിക്കുന്നവരെ തന്നെ സമീപിച്ച് കാര്യങ്ങൾ സാധിക്കാൻ താല്പര്യമുള്ളവരാണ് പൊതുവേ ഇവരെന്ന് പറയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അല്പം ഈഗോ അല്ലെങ്കിൽ അഹംഭാവമുള്ളതായി കാണാം. പലപ്പോഴും ഇത് കുടുംബ ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ദാമ്പത്യ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ദാമ്പത്യ ബന്ധങ്ങൾ തന്നെ ശിഥിലമാകാനുണ്ടായ സാഹചര്യം ഉണ്ടാവുന്നു. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇവര് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സധൈര്യം ഇങ്ങനെ എടുത്ത് പറയുക, മടികൂടാതെ പറയുക, അതോടൊപ്പം തന്നെ തർക്കിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ തർക്കിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ഷോഭിക്കേണ്ട സാഹചര്യം വന്നാൽ ഇവർ തീവ്രമായി പ്രതികരിക്കുമെന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ അയാളുടെ പങ്കാളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ ചിലപ്പം വിള്ളലുണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അധികം വ്യയം നടത്തുന്ന ഒരു സ്വഭാവക്കാരാണ്. ഭാവിയെക്കുറിച്ച് അവർക്ക് ഉൾക്കൊണ്ടൊന്നുമില്ല. ഭാവിയെക്കുറിച്ച് അവർ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവർ അധിക വ്യയം നടത്തുന്ന, അധിക ചെലവ് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്ലേശം ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, പോലീസ്, പട്ടാളം തുടങ്ങിയ നല്ല ധീരമായിട്ടുള്ള ചടുലമായിട്ടുള്ള ജോലികൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാനാണ് ഇവർക്ക് താല്പര്യം കൂടുതൽ എന്ന് പറയുന്നത്. അങ്ങനെ പൊതുവെ ഈ സ്വഭാവം കാണിക്കുന്ന മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫലം പറയുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹനില എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഗ്രഹനിലയിൽ ശനി 4-ലും ഗുരു 7-ലും രാഹു 3-ലും കേതു 9-ലും മറ്റ് ഗ്രഹങ്ങൾ ഗോചരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശനി എന്ന് പറയുന്ന 3-ലായിരുന്നു. എന്നാൽ മാർച്ച് മാസം 2025 മാർച്ച് മാസം 29-ാം തീയതി ഇവിടെ ശനി 4-ലേക്ക് മാറിയിട്ടുണ്ട്. ശനി 4-ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാളുടെ ഗ്രഹനിലയിൽ ശനി 4, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, എല്ലാവർക്കും ഒരു പേടിയാണ്. കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ പറയുന്ന, അഷ്ടമശനി എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സത്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയിൽ നമ്മളെ ഗ്രഹങ്ങൾ ബലവാനാണ്, ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ദോഷസ്ഥാനത്ത് അല്ലെങ്കിൽ ദുസ്ഥാനത്ത് നിൽക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടകശനിയുടെ കാഠിന്യം വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ കണ്ടകശനിയെ സംബന്ധിച്ചിടത്തോളം അല്ലാത്ത പക്ഷം കണ്ടകശനിയുടെ കാഠിന്യം നമുക്ക് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. കണ്ടകശനി എന്ന് പറയുമ്പോൾ പൊതുവായി നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും. അതെന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ ചെറിയ ചെറിയ മാനസികമായ പിരിമുറുക്കങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, അതുപോലെ തന്നെ അപവാദം ഉണ്ടാവുക, അതുപോലെ തന്നെ വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരിക,
അല്ലെ മാനസികമായി പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുക, കുടുംബത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടാവുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാവുക, വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം പൊതുവെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇവർക്കും ഉണ്ടാവും. എന്നാൽ വ്യാഴം ഇവരുടെ 7ലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം 7 സ്ഥിതി ചെയ്യുന്നു പറയുമ്പോൾ വ്യാഴം മിഥുനം രാശിയിലാണ്. അപ്പോൾ വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന മിഥുനം രാശി എന്ന് പറയുമ്പോൾ ശത്രു രാശിയാണ്. അവിടെ ബുധനാണ് നിൽക്കുന്നത്. ബുധന്റെ രാശിയിലാണ് ഈ പറഞ്ഞ ഗുരു നിൽക്കുന്നത്. അപ്പോൾ ഗുരുവും അതുപോലെ തന്നെ ബുധനും ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിന് കിട്ടേണ്ടതായിട്ടുള്ള മൊത്തമുള്ള ഗുണങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല. ചെറിയ കുഴപ്പങ്ങളൊക്കെ അതിനകത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഗുരു സാധാരണ കേസിൽ 1 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ ഗുരു അതിചാരിയാണ്, വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 5 മാസം കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും ഗുരു ഈ 7ൽ നിന്ന് 8ലേക്ക് വരും. അപ്പോൾ 7ൽ നിന്ന് 8ലേക്ക് വരികയും 8 എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ സാധാരണ കേസിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അത്ര നല്ലതല്ലെങ്കിൽ പോലും ഗുരുവിനെ പോലെ സർവേശ്വരകാരകനാണ്. അപ്പോൾ നമുക്ക് വളരെയധികം ദോഷം ചെയ്യത്തില്ല. അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവത്തില്ല. അങ്ങനെ ഗുരു ഒരു 45 ദിവസം ഈ അഷ്ടമത്തിലും അതിനുശേഷം തിരിച്ച് വീണ്ടും 7ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യും, ഗുരു തിരികെ പോവുകയും ചെയ്യും. പിന്നെ തിരിച്ചു വരുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ 1-ാം തീയതി ആയിരിക്കും പിന്നെ തിരിച്ചു വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഗുരു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ കർക്കിടകം രാശി എന്ന് പറയുന്ന ഗുരുവിന്റെ ഉച്ചരാശിയാണ്. അതുകൊണ്ട് ഈ അഷ്ടമത്തിലേക്ക് ഗുരു വന്നാൽ പോലും തീർച്ചയായും അത് ഉച്ചസ്ഥായി ആയതുകൊണ്ട്, ഉച്ചരാശി ആയതുകൊണ്ട് വളരെയേറെ പ്രയോജനം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ കേതു നിൽക്കുന്നത് 9ലാണ്. 9 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നു. അപ്പോൾ അതുമാത്രമല്ല നമ്മളുടെ ദശാനാഥൻ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കേതു വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. കേതു നല്ല നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കാര്യശേഷിയൊക്കെ വർദ്ധിക്കാം, പ്രവർത്തന ഭാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് വലിയ ദോഷമുണ്ടാകുന്ന കേസല്ല. പിന്നെ രാഹു എന്ന് പറയുന്ന 3ലാണ് നിൽക്കുന്നത്. അപ്പം രാഹു 3ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം 3ലെ സ്ഥിതി എന്ന് പറയുന്നത് അത്ര വലിയ ദോഷമുള്ളൊരു സ്ഥിതിയല്ല. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് രാഹു നമുക്ക് വളരെ കൂടുതൽ ദോഷങ്ങളൊന്നും ചെയ്യാതെ ഒരു അനുകൂല സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. അപ്പം ഇവിടെ ശനിയുടെ കണ്ടകശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിന്റെ നിൽപ്പും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഗോചരവശാൽ വലിയ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല നവംബർ 2 മുതൽ ശുക്രൻ തുലാം രാശിയിലും തുടർന്ന് 12ലും ജന്മത്തിലൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് തീർച്ചയായും നല്ല അനുഭവ യോഗങ്ങൾ ശുക്രനെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കണ്ടകശനി കാലമായാലും മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരാതെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുകയാണ് പതിവ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരല്പ ദോഷ സമയമൊക്കെ ഉള്ളത് കൊണ്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇവർക്ക് നടുവേദന ഉണ്ടാവാം, അതുപോലെ കാൽമുട്ട് വേദന ഉണ്ടാവാം, വാതസംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം, ഞരമ്പ് സംബന്ധമായ ചില രോഗങ്ങൾ, അങ്ങനെ ചില രോഗങ്ങളൊക്കെ ഇവരെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടാവാം ഈ കാലം അത്രയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നാളെ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മൊത്തത്തിലെടുത്ത് അത് മോശമാണെന്ന് ചിന്തിക്കാതെ ഏതൊരു ജീവിതത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മവും പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. അപ്പൊ പ്രവർത്തന മേഖലയെ നമ്മൾ ത്വരിതപ്പെടുത്തുക, ഊർജ്ജസ്വലമാക്കുക. അതോടൊപ്പം തന്നെ മനസ്സിനെ നന്നായിട്ട് പാകപ്പെടുത്തുക, മനസ്സിന് ദൃഢത കൊടുക്കുക. അപ്പൊ കഠിനമായ പ്രവർത്തനത്തിലൂടെ ഉചിതമായ ഫലം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിതെന്ന് പറയുന്നത്. അപ്പൊ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമാണ് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളുടെ ഈ പറഞ്ഞേക്കുന്ന മൂല നക്ഷത്രക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നന്നായി പ്രവർത്തിക്കുക, കഠിനമായി അധ്വാനിക്കുക, പ്രവർത്തനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഉചിതമായ ഫലം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുക. മാത്രവുമല്ല മനസ്സിന് പിരിമുറുക്കം, ഈ കണ്ടകശനി കാലഘട്ടത്തിന്റെ പിരിമുറുക്കവും അതിനകത്തുള്ള ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി കേതുവിന്റെ അധിപതി എന്ന് പറയുന്ന ഗണപതിയാണ്. അപ്പൊ ഗണപതിക്ക് മാസത്തിലൊരിക്കൽ ഗണപതി കോപം നടത്തുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണുവിന് പൂജകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ നടത്തുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ പൈസയൊക്കെ ചെലവാക്കി അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ ഭയങ്കരമായി പൂജകളൊക്കെ നടത്തി പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് നല്ലത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മളെ മനസ്സിന് പിരിമുറുക്കം കുറച്ച് മനസ്സിന്റെ ദൃഢത കൂട്ടി നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ തീർത്തും നമ്മളെ നമ്മുടെ നാളിനെ കുറ്റം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പ്രവർത്തനത്തിൽ കർമ്മനിരതമായി നമുക്ക് ജീവിതത്തിന് നന്നായിട്ട് അഭിമുഖീകരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിന്റെ ഗുണമെന്ന് പറയുന്നത്.
വരും വരായികളെ നേരത്തെ പറഞ്ഞ് അതിന് തടയിടാനുള്ള ഒരു ധൈര്യം നമ്മളിൽ സംഭരിക്കുകയാണ് ജ്യോതിഷം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.